ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ വെറ്റിലപ്പാറ പ്ലാന്റേഷൻ മേഖലയിൽ വീട് കാട്ടാനക്കൂട്ടം തകർത്തു. ഇന്ന് പുലർച്ചെയായിരുന്നു ആക്രമണം. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, വീണ്ടും കാട്ടാനയുടെ ആക്രമണമാണ്. ഇത്തവണ വീടാണ് തകർത്തിരിക്കുന്നത്. ആരുടെ വീടാണ് ഇത്തരത്തിൽ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിദ്യ അന്ന് വെളുപ്പിന് 3 മണിയോടെയായിരുന്നു അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. അതിരപ്പള്ളി വെറ്റിലപ്പാറ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 17-ാം ബ്ലോക്കിലാണ് സംഭവം നടന്നത്. ഇവിടുത്തെ ഒരു ഫാക്ടറി ഉണ്ട്. ഈ ഫാക്ടറിക്ക് സമീപം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്ക് നേരെയായിരുന്നു കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായത്. വെളുപ്പിന് 3 മണിയോടെ ഈ ലയങ്ങൾക്ക് സമീപം എത്തിയ കാട്ടാനക്കൂട്ടം ആക്രമണം നടത്തുകയായിരുന്നു. സിജി എന്നൊരു തൊഴിലാളി താമസിക്കുന്ന ക്വാർട്ടേഴ്സിന്റെ മുൻഭാഗം ആണ് ഈ ആനക്കൂട്ടം ഭാഗികമായി പൊളിച്ചത്. ആനക്കൂട്ടം ഈ സിജിയുടെ ലയത്തിന്റെ ഭിത്തികളിൽ ശക്തിയായി ഇടിക്കുന്ന ശബ്ദം കേട്ടാണ് സിജി ഉറക്കം ഉണരുന്നത്. ഉടൻ നോക്കിയപ്പോൾ ആനക്കൂട്ടം ഈ വീടിന് മുന്നിൽ നിൽക്കുന്നത് സിജി കണ്ടു. ഈ മുൻവശം തകർത്ത അവസ്ഥയും സിജിക്ക് മനസ്സിലായി. ഇതോടെ സിജി മകനെയും കൂട്ടി തൊട്ടടുത്ത ക്വാർട്ടേഴ്സിലേക്ക് ഓടി മാറിയതിനാൽ ആളപായമൊന്നും ഉണ്ടായില്ല. പക്ഷേ ആനക്കൂട്ടം വീടിന്റെ മുൻഭാഗം ഗ്രില്ലുകൾ ഉൾപ്പെടെ തകർത്ത ഒരു അവസ്ഥയിലാണ് ആ ദൃശ്യങ്ങളിൽ കാണാം. ഉടനടി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ജീവനക്കാർ, മറ്റ് ലയങ്ങളിലുള്ള ജീവനക്കാർ സംഘടിച്ച് തീയിട്ടതിനു ശേഷം പാട്ടകൊട്ടിയും മറ്റു ശബ്ദം ഉണ്ടാക്കിയാണ് ഈ ആനക്കൂട്ടത്തെ 1 മണിക്കൂറിന് ശേഷം കഠിനമായ പരിശ്രമത്തിലൂടെ തുരത്താനായത്. എന്തായാലും ഈ ശബ്ദം കേട്ട് സിജി ഉണർന്നതിനാൽ മറ്റ് ആളപായങ്ങളൊന്നും ഉണ്ടായില്ല. മകനെയും കൂട്ടി അപ്പുറത്തേക്ക് മാറിയതിനാൽ ആളപായം ഉണ്ടായില്ല. പക്ഷേ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ സിജിയുടെ വീട്, ഈ ലയം ഭാഗികമായി തകർന്നൊരു അവസ്ഥയാണ്. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടായത്. കാരണം തോട്ടം തൊഴിലാളികൾക്കെല്ലാം സമാധാനത്തോടെ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഈ മേഖലയിൽ കാലങ്ങളായില്ല. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ മേഖലയിലുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം. നേരത്തെയും ഈ മേഖലയിൽ ഒരുപാട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് ആന മാത്രമല്ല പുലി ഉൾപ്പെടെ ഉള്ളവയുടെ ആക്രമണം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിരപ്പള്ളി, മലക്കപ്പാറ മേഖലയിലെല്ലാം ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം കൂടുതൽ ആയി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. തൃശ്ശൂർ ജില്ലയുടെ വനമേഖലയിൽ ഉൾപ്പെടെ അതിരപ്പള്ളി എന്ന് വേണ്ട പാലപ്പള്ളിയിലായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളുകളായി കാട്ടാനക്കൂട്ടം തമ്പടിച്ചു നിൽക്കുന്ന ഒരു 50ഓളം വരുന്ന കാട്ടാനക്കൂട്ടം, കുട്ടിയാനകൾ ഉൾപ്പെടെ തമ്പടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വിനോദ സഞ്ചാരികളെ ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഈ അതിരപ്പള്ളി ചെക്ക് പോസ്റ്റിന് സമീപം കാട്ടാനക്കൂട്ടം മണിക്കൂറോളമാണ് ഒരു എണ്ണപ്പന കുത്തിമറിച്ചിട്ട് റോഡിന് തടസ്സം സൃഷ്ടിക്കുകയും പിന്നെ ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന, വിനോദസഞ്ചാരികൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായത്. എന്തായാലും വലിയൊരു ഭീഷണിയാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്നവർക്കും അതുപോലെ ഈ മേഖലയിൽ താമസിക്കുന്നവർക്കും എല്ലാം നിലവിലുള്ളത്. വിദ്യ. ശരി അനീഷ്, വ്യക്തമാണ്. കാട്ടാനക്കൂട്ടം വീട് തകർത്തിരിക്കുന്നു. തൃശൂർ വെറ്റിലപ്പാറ പ്ലാന്റേഷൻ മേഖലയിലെ ലയത്തിലൊന്നാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്. തോട്ടം തൊഴിലാളി സിജിയുടെ വീടാണ് ഇത്തരത്തിൽ ഭാഗികമായി തകർത്തത്. ഇന്ന് പുലർച്ചെയായിരുന്നു ആക്രമണം. വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.